വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് മംസ് ലാബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് കുറച്ച് പ്രൊഡക്ട്സ് അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒരു 3 വീക്സായി ഞാൻ ഈ 3 പ്രൊഡക്ട്സും യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എന്നിട്ട് എനിക്ക് എന്താണ് പേഴ്സണലി തോന്നിയെന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത്. അതുപോലെ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് ഷോർട്സ് ആയിട്ട് ഇടാം എന്നാണ്. പക്ഷേ എനിക്ക് കുറേ കാര്യങ്ങൾ ഇതിനെപ്പറ്റി പറയാനുള്ളതുകൊണ്ട് ഷോർട്സിൽ അത് ഒരു 59 സെക്കൻഡ്സ് ഒക്കെ ആണല്ലോ നമുക്ക് ഷോർട്സ് പറ്റുള്ളൂ. അപ്പോൾ അത് എനിക്ക് പറഞ്ഞു തരുമ്പോഴേക്കും ടൈം കുറേ ആകും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ 3 പ്രൊഡക്ട്സ് ആണ് എനിക്ക് ഈ ഒരു മംസ് ലാബിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്ക് എന്നെ പണ്ടേ തൊട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്ക് മനസ്സിലാവും, മംസ് ലാബിൻ്റെ ഓൾറെഡി ഞാൻ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ഒക്കെ യൂസ് ചെയ്ത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അവരുടെ ബീട്രൂട്ട് ലിപ് ബാമും ബീട്രൂട്ട് സ്ക്രബും പിന്നെ അതുപോലെ തന്നെ ഒരു സിറമൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. ഞാൻ എല്ലാ ദിവസവും ഡെയിലി യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് കേട്ടോ. പിന്നെ ഇത് ഓർഗാനിക് ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ടെൻഷനോ കാര്യങ്ങളൊന്നുമില്ല. ഈവൻ ബീട്രൂട്ടിൻ്റെ ലിപ് ബാം ആയിക്കോട്ടെ, അത് ബീട്രൂട്ട് എക്സ്ട്രാക്റ്റ് വെച്ച് ഉണ്ടാക്കിയ ലിപ് ബാമാണ്. അതിൻ്റെ ഇൻഗ്രീഡിയൻസ് സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. അന്ന് അതായത് എൻ്റെ യൂട്യൂബ് ചാനലിൽ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്ത ടൈമിലാണ് ഞാൻ ഈ ഒരു പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ഒരു 3 പ്രൊഡക്ട്സ് പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എനിക്ക് അയച്ചു തന്നാണ് കേട്ടോ. അപ്പം ഞാൻ ഉടനെ തന്നെ നിങ്ങൾക്ക് വീഡിയോ എടുക്കണത് ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 3 വീക്സായിട്ട് കണ്ടിന്യൂസ് ഡെയിലി യൂസ് ചെയ്യുന്ന 3 പ്രൊഡക്ട്സ് ആണ്. ഫേസ് വാഷ് മാത്രം ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ യൂസ് ചെയ്യാറുള്ളൂ. കാരണം വെച്ചാൽ അങ്ങനെ 3 തവണ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളൂ. അതെന്താണെന്നുള്ളതൊക്കെ ഞാൻ വഴിയെ പറയാം കേട്ടോ. ആൻഡ് നിങ്ങൾക്ക് കഴിഞ്ഞ എൻ്റെ ഒരു എന്താ പറയുക, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഈ ഒരു ലിപ് ബാമും ഈ ഒരു ചീക്കിൻ്റെ ഒക്കെയാണ് ഞാൻ ആ ഒരു ഗെറ്റ് റെഡി വിത്ത് മീൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ലിപ്പ് ആൻഡ് ചീക്കിൻ്റെ ആണ് കേട്ടോ. ഇതിൻ്റെ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ബോട്ടിൽ, അതായത് ഈ ഒരു കണ്ടെയ്നർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഗ്ലാസ് കണ്ടെയ്നർ ആണ്, പക്ഷേ ഈ ഒരു ഷേപ്പ് ഒരു ക്യൂട്ടായിട്ടുള്ള ഷേപ്പാണ് കേട്ടോ. ആൻഡ് ഈ ഒരു ഈ ഒരു ലിപ്പ് ആൻഡ് ചീക്കിൻ്റെ റെഡ് വെൽവെറ്റ് ആണ് വരുന്നത്. ആൻഡ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നമുക്കിത് ഇങ്ങനത്തെ ഒരു കവറിൽ അവർ അയക്കുമ്പോൾ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇത് കൊക്കോ ബട്ടറും അവക്കാഡോ ഓയിൽ, ജോജോബ ഓയിൽ, വിറ്റാമിൻ ഇത്രയും ഐറ്റംസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, എന്ത് പ്രൊഡക്റ്റ് ആയിക്കോട്ടെ, നിങ്ങൾ ഫസ്റ്റ് തന്നെ മേടിച്ച് കഴിഞ്ഞിട്ട് ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അലർജി എന്തെങ്കിലും ഉണ്ടോ? ചിലർ സെൻസിറ്റീവ് സ്കിൻകാർക്കാണെങ്കിൽ ചിലപ്പോൾ ഞാൻ എൻ്റെ ഒരു ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ള ഒരാളാണ്. എനിക്ക് ആക്ച്വലി അങ്ങനെ ഇന്നേവരെ അലർജീസ് ഒന്നും വന്നിട്ടില്ല. പക്ഷെ എന്നാൽ കൂടി ആരായിക്കോട്ടെ, ഏതൊരു ഇൻഫ്ലുവൻസർ നിങ്ങൾക്ക് പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് മേടിക്കുവാണെങ്കിൽ തന്നെ ആദ്യം ചെറുത് മേടിച്ച് നോക്കുക. അതായത് വലിയത് മേടിക്കാണ്ട് ചെറുത് മേടിച്ച് അത് നിങ്ങളുടെ സ്കിന്നിന് പറ്റുന്നതാണോ, ഈവൻ ബോഡിക്ക് പറ്റുന്നതാണോ എന്നൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ എന്തൊരു പ്രൊഡക്റ്റ് ഫേസിലോ ബോഡിയിലോ അപ്ലൈ ചെയ്യാനായിട്ട്. അത് മസ്റ്റാണ്. അത് എന്തൊക്കെ വന്നാലും, കാരണം ഓരോരുത്തർക്കും ഓരോ സ്കിൻ ടൈപ്പാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം എനിക്ക് ഈ ഒരു ലിപ് ബാം, ഈ ഒരു ലിപ്റ്റിൻ്റെ ഫേസ് വാഷൊക്കെ എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് നല്ലൊരു റിസൾട്ട് തരുന്നുണ്ട്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല നിങ്ങളുടെ സ്കിൻ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്തിട്ട് വേണം നിങ്ങൾ ഇത് ഫർദർ, അതായത് മുന്നോട്ട് യൂസ് ചെയ്യാനായിട്ട്. ആൻഡ് ഈ ഒരു ലിപ്പ് ആൻഡ് ചീക്കിൻ്റെ വന്നിട്ട് എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു സംഭവമാണ്. കാരണം വെച്ചാൽ എനിക്ക് പൊതുവേ ബ്ലഷ് ഇടാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക്, ഈ ബ്ലഷ് എപ്പോഴും ഇടാൻ ഇഷ്ടമുള്ള ഒരാൾക്ക് ഈ ഒരു ലിപ്പ് ആൻഡ് ചീക്കിൻ്റെ അടിപൊളിയാണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ടൊരു മെറൂൺ ഷെയ്ഡാണ്. പക്ഷേ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോഴേക്കും ഭയങ്കരമായിട്ട് അങ്ങനെ എടുത്തൊന്നും നിൽക്കത്തില്ല. ഞാൻ ചെറുതായിട്ട് ഇപ്പോൾ ഒന്ന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതിപ്പോൾ കുഴിഞ്ഞ് അകത്തേക്കായിട്ടോ. കാരണം വെച്ചാൽ ഞാൻ എല്ലാ ദിവസവും യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്. എനിക്ക് ചീക്കിൽ ഇങ്ങനെ ബ്ലഷ് ടൈപ്പും അതുപോലെ തന്നെ ചുണ്ടിൽ എപ്പോഴും എനിക്ക് ലിപ്സ്റ്റിക്കോ ലിപ് ബാമോ എനിക്ക് മസ്റ്റാണ്. അപ്പം എപ്പോഴും ഞാൻ യൂസ് ചെയ്യുന്നൊരു സംഭവമാണിത്. ആൻഡ് നിങ്ങൾക്ക് ഇപ്പോൾ തൊട്ടടുത്ത് പോകാനോ ഈവൻ കോളേജിലൊക്കെ പോകുന്നവരാണെങ്കിൽ, ഈവൻ ഓഫീസിൽ പോകുന്നവർക്ക് ലിപ്സ്റ്റിക് ഇടാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ ഈ ഒരു ലിപ്റ്റിൻ്റെ അടിപൊളിയാണ്. കാരണം വെച്ചാൽ ഇത് നമുക്കൊരു മോയ്സ്ചറൈസർ ആയിട്ട് തന്നെ നമുക്ക് ഒരു ലിപ് ബാം പോലെ തന്നെ ഈ ഒരു ഷെയ്ഡും കൂടെ തരുന്ന ഒരു അടിപൊളി സംഭവമാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ചെടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെ നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഷെയ്ഡ് വന്നിട്ട് ഇതാണ് കേട്ടോ ഷെയ്ഡ്. പക്ഷേ ഇത് നല്ല രീതിയിൽ ബ്ലെൻഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പിൻ്റെ ആ ഒരു ഷെയ്ഡിലേക്ക് അതങ്ങോട്ട് ബ്ലെൻഡായി പോകട്ടോ. കണ്ടോ? അതുപോലെ തന്നെ ഞാനിത് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. കണ്ടോ?
ആണോ, എനിക്ക് പൊതുവേ ഇങ്ങനെയാണ് ട്ടോ എനിക്കിഷ്ടം. എനിക്ക് ഫേസിൽ ഇങ്ങനെ ബ്ലഷൊക്കെ അപ്ലൈ ചെയ്ത് ഒരു നാച്ചുറൽ ഫീലിൽ ആ ഒരു റെഡ് ബ്ലഷ് ആയിട്ട് ഇരിക്കുന്നതൊക്കെയാണ് എനിക്ക് പൊതുവേ ഇഷ്ടം. പിന്നെ ഞാൻ കുറച്ച് ദിവസം നെറ്റിയുടെ ഇവിടെ ഇങ്ങനെ അപ്ലൈ ചെയ്യും കേട്ടോ. എന്തിനാന്ന് എനിക്കറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അപ്ലൈ ചെയ്യാനായിട്ട്. പിന്നെ കുറച്ച് ഞാൻ മൂക്കിലിടും കേട്ടോ, ആ ഒരു ക്യൂട്ട് ഫീല് കിട്ടാനായിട്ട്. എനിക്കങ്ങനെയാണ് ഇഷ്ടം, എല്ലാവർക്കും അങ്ങനെ ആവണം എന്നില്ല കേട്ടോ. അപ്പം ഇത് ആക്ച്വലി എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടമായാൽ, അത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. ആൻഡ് ഇതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഈ ഒരു പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ആൻഡ് നെക്സ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു ലിപ് ബാം ആണ്. ഇത് മാംഗോൻ്റെ ലിപ് ബാം ആണ്. ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് വന്നിട്ട് ഷേ ബട്ടർ ഉണ്ട്, കൊക്കോ ബട്ടർ, ബീസ് വാക്സ് ഉണ്ട്, അവക്കാഡോ ഓയിൽ, കാസ്റ്റർ ഓയിൽ, അർഗൻ ഓയിൽ, വിറ്റാമിൻ ഇ, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഇത് വന്നിട്ട് മാംഗോ ഫ്ലേവർ ആണ്. മാംഗോസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇത് ബെസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മാംഗോ. അപ്പോൾ നമ്മളുടെ ലിപ്സിൽ ഇത് ടിൻ്റൊന്നുമില്ല കേട്ടോ. ഇത് അപ്ലൈ ചെയ്യുമ്പോഴേക്കും നോർമലായിട്ടുള്ള ഒരു എന്താ പറയുക ഫ്ലേവർ മാത്രമുണ്ട്, മാംഗോൻ്റെ ഫ്ലേവർ മാത്രമുണ്ട്. കണ്ടോ, അത് ഇങ്ങനെ നല്ല ഓയിലി ഫീലാണ്, നല്ല രീതിയിൽ ലിപ്സ് മോയ്സ്ചറൈസറായിരിക്കും. നൈറ്റിലൊക്കെ ഇട്ടിട്ട് കിടക്കാൻ അടിപൊളിയാണ് കേട്ടോ. ഇത് യൂസ് ചെയ്ത് നൈറ്റിൽ ഓവർനൈറ്റ് നമുക്ക് ഉറങ്ങുമ്പോഴേക്കും രാവിലെ ആയാലും ലിപ്പ് നല്ല രീതിയിൽ മോയ്സ്ചറൈസർ ആയിട്ടിരിക്കും. ഞാൻ ഓവർനൈറ്റ് എപ്പോഴും ഇടുന്നത്, രാത്രി ആ ഒരു സ്കിൻ കെയർ ചെയ്യുന്ന ടൈമിൽ ഇടുന്ന ഒരു ലിപ് ബാം ഇത് തന്നെയാണ്. ആൻഡ് ഈവൻ ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും എന്തൊരു മീൻസ് ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് എന്തായാലും നമ്മൾ ലിപ് ബാം അപ്ലൈ ചെയ്യുമല്ലോ. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാം ഇതാണ്. ഇപ്പം ഞാൻ വേറെ ഒരു ലിപ് ബാം ഞാൻ യൂസ് ചെയ്യുന്നില്ല, കാരണം ഇതാകുമ്പോൾ ഓർഗാനിക്കാണ്, നമുക്ക് ടെൻഷൻ ഇല്ലാണ്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ അർഗൻ ഓയിൽ ഉണ്ട്, പിന്നെ എന്താ കാസ്റ്റർ ഓയിൽ ഉണ്ട്, വിറ്റാമിൻ ഇ ഉണ്ട്. അപ്പോൾ നമുക്ക് പേടിക്കണ്ട. അതുകൊണ്ട് എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു എന്താ പറയുക ലിപ് ബാം ആണ് ഈ മംസ് ലാബിൻ്റെ ഈ മാംഗോൻ്റെ ലിപ് ബാം കേട്ടോ. നിങ്ങൾ കഴിഞ്ഞ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ലിപ് ബാം ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. പക്ഷെ ഞാൻ അതിലൊന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ലല്ലോ. ആ ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഈ ഒരു ലിപ് ചീക്ക് ടിൻറ്റും അതുപോലെ തന്നെ ഈ ഒരു ലിപ് ബാമും കാണാൻ പറ്റും. ആൻഡ് തേർഡ് പ്രൊഡക്റ്റ് വന്നിട്ട് ഞാൻ ഇന്നേ വരെ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഈ ഒരു എന്താ പറയുക ഫേസ് വാഷ് പൗഡർ. ഞാൻ ഇന്നേ വരെ അങ്ങനെ ഫേസ് വാഷ് പൗഡർ യൂസ് ചെയ്തിട്ടില്ല. ആൻഡ് ഇത് നല്ല പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് എനിക്ക് യൂസ് ചെയ്തിട്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ കുറച്ചെടുത്താൽ മതി, അതുകൊണ്ട് ഇത് എപ്പോൾ തീരുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ബെസ്റ്റ് ബിഫോർ 9 months എന്ന് അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് വേഗനാണ്, അതുപോലെ തന്നെ ഹെർബലി ട്രാവൽ ഫ്രണ്ട്ലി ആണ്, നമുക്കിത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. ആൻഡ് ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ കുറച്ച്, അത് വളരെ കുറച്ച് നമ്മളുടെ കയ്യിലിട്ടിട്ട് ഒന്നിലേ നിങ്ങൾക്ക് വെള്ളമായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ ജ്യൂസായിട്ട് യൂസ് ചെയ്യാം, പിന്നെ പാലായിട്ട് യൂസ് ചെയ്യാം, തൈരായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ ആ ഒരു മിക്സ്ചർ, ആ ഒരു ടെക്സ്ചർ അങ്ങനത്തെ ഒരു കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ മസാജ് ചെയ്ത് ഫേസ് വാഷ് ചെയ്യുക. നല്ല റിസൾട്ടായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ആൻഡ് എനിക്ക് പേഴ്സണലി നല്ല റിസൾട്ടാട്ടോ കിട്ടിയേക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്ത് വന്നാലും നിങ്ങൾ ആദ്യം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ ഇത് ചെയ്യുക. ഞാനിതൊരു 3 weeks ആയിട്ട് യൂസ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ഉറപ്പായിട്ട് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുത്ത് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ടെർമറിക് ഉണ്ട്, ഓറഞ്ച് പീൽ ഉണ്ട്, സാൻഡൽവുഡ്, റൈസ്, ആരോറൂട്ട് പൗഡർ, സാഫ്രൺ. ഇതെല്ലാം സൺഡ്രൈഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഇതിൽ യൂസ് ചെയ്തേക്കുന്നത്. ഇതിൽ നമുക്ക് കുറച്ച് എമൗണ്ട് നമ്മുടെ കയ്യിലെടുത്തിട്ട് ഇവർ പറഞ്ഞേക്കുന്നത് വെള്ളത്തിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ വെറ്റായിട്ടുള്ള ഫേസിലും നെക്കിലും നമുക്കിത് അപ്ലൈ ചെയ്ത് നല്ല രീതിയിൽ മസാജ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് വാഷ് ചെയ്ത് കളയുക. ആൻഡ് ഇത് ഞാൻ എല്ലാ ദിവസവും ഇടാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ, കാരണം ഓൾറെഡി ഇതിലൊരു എക്സ്ഫോളിയേറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു പൗഡർ, നമുക്ക് പൗഡർ അറിയാമല്ലോ, എപ്പോഴും ഒരു ഇത്തിരി കട്ടിപ്പ് ഉണ്ടാവും, ഒരു ചെറിയ തരിതരിപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മളുടെ ഫേസിൽ എപ്പോഴും ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് എല്ലാ ദിവസവും എക്സ്ഫോളിയേറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എല്ലാ ദിവസവും ഇടണ്ട, ആഴ്ചയിൽ 1-2 തവണ നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. ഞാനിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമാണ് ഈ ഒരു സംഭവം, ഈ ഒരു പൗഡർ യൂസ് ചെയ്യുന്നത്. ഇത് നല്ല രീതിയിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇത് ഞാനിപ്പോൾ 2 പ്രാവശ്യമാണ് യൂസ് ചെയ്തേക്കുന്നത്, കാരണം ഇപ്പോൾ 3 weeks ആയിട്ടുള്ളൂ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയിട്ട്. അപ്പോൾ 2 times ആണ് ഞാനിത് യൂസ് ചെയ്തേക്കുന്നത്. യൂസ് ചെയ്യുമ്പോൾ എനിക്ക് നല്ല റിസൾട്ടാണ്. എനിക്ക് ആ ഒരു ഫേസിൽ ഓൺ ദി സ്പോട്ട് ആ ഒരു എന്താ പറയുക ഒരു വെളിച്ചമില്ലേ, അതെനിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ആ ഒരു ബ്രൈറ്റ്നെസ് എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും.
ആൻഡ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു പൊടി ഞാൻ പറഞ്ഞില്ലേ എല്ലാ ദിവസവും യൂസ് ചെയ്യരുത്. പിന്നെ അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ഈവൻ ഒരു സ്ക്രബ് യൂസ് ചെയ്യുകയാണെങ്കിൽ കൂടി കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് കുറേ പേര് എല്ലാ ദിവസവും സ്ക്രബ് യൂസ് ചെയ്യുന്നത്. അതായത് ഫേസ് വാഷ് പോലെ തന്നെ എല്ലാവരും സ്ക്രബ് യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആഴ്ചയിൽ 1-2 തവണ മാത്രമേ നിങ്ങൾ സ്ക്രബ് യൂസ് ചെയ്യാവുള്ളൂ കേട്ടോ. കാരണം സ്ക്രബ് എല്ലാ ദിവസവും യൂസ് ചെയ്യുമ്പോൾ നമ്മളുടെ സ്കിൻ എക്സ്ഫോളിയേറ്റ് ആയിട്ട് നമ്മളുടെ എല്ലാ ദിവസവും ഈ ഡെഡ് സ്കിൻസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, നമ്മുടെ സ്കിൻ ഒട്ടും നല്ലതല്ല. അപ്പോൾ ആഴ്ചയിൽ 1-2 തവണ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. 3 തവണ ചെയ്താലും കുഴപ്പമില്ല, 1-1.5 ഇടവിട്ട് ചെയ്താലും കുഴപ്പമില്ല. പക്ഷേ എല്ലാ ദിവസവും ചെയ്യരുത് കേട്ടോ. അപ്പോൾ ഈ 3 പ്രൊഡക്ട്സ് ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മംസ് ലാബിൽ നിന്ന്. അപ്പോൾ നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മാത്രം നിങ്ങൾ പർച്ചേസ് ചെയ്യുക. ആൻഡ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ ഒന്ന് നോക്കുക, ഇതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യണമെങ്കിൽ പർച്ചേസ് ചെയ്യുക. അപ്പം ഞാൻ നിർബന്ധിക്കില്ല. എനിക്ക് ഓർഗാനിക് പ്രൊഡക്ട്സ് നിങ്ങൾ കാണിച്ചു തരണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തന്നത്. പിന്നെ ഇതിനെപ്പറ്റി എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് ഞാനൊരു ലോങ് വീഡിയോ ആയിട്ട് ചെയ്തത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും ഷോർട്സ് ആയിട്ടാണ് ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാറ്. പക്ഷേ എനിക്കിത് ഡീറ്റെയിൽ ആയിട്ട് പറയണം എന്ന് തോന്നി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക. ഇത്രയുള്ളൂ. ബൈ.